നന്മയുടെ സാക്ഷി നമ്മുടെ അയൽവാസിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നല്ലവനാണെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അയൽവാസിയാണ്. നാളെ പരലോകത്തെത്തുമ്പോ ഞാൻ നല്ലവനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഭാര്യ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കള് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് എന്റെ അയൽവാസി അള്ളാന്റെ മുമ്പിൽ പറയാണ്, അല്ലാഹുവേ ഇവൻ നല്ല മനുഷ്യനായിരുന്നു എന്ന് നമ്മുടെ അയൽവാസി സാക്ഷ്യപ്പെടുത്തിയാൽ അവനാണ് ഏറ്റവും അൽ മുഅ്മിനു സ്വാലിഹ് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അവനാണ് ഏറ്റവും നല്ല മുഅ്മിൻ എന്ന്. നമ്മുടെ അയൽവാസി നമ്മെ കുറിച്ച് നല്ല കമന്റ് ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെയാണല്ലോ, കമന്റ് ആണല്ലോ പ്രധാനം. നമ്മുടെ അയൽവാസി നമ്മെ കുറിച്ച് നല്ല കമന്റ് ചെയ്യണം, എന്നാൽ നമ്മൾ വിജയിച്ചവരാ, ഭാഗ്യവാന്മാരാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരലോകത്തേക്കുള്ള വിജയത്തിന്റെ വഴിയാണ് ആര് പറയുന്നൊന്ന്, അയൽവാസി. അപ്പൊ അയൽവാസിയോട് അതിനനുസരിച്ച് ജീവിക്കണം. ഇനി ഇവിടെ അവൻ നമ്മെ കുറ്റം പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യരുത്, പറയരുത്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ഇവിടെ ഇപ്പൊ ഒന്നാട് കഴിഞ്ഞല്ലോ, അവിടെ ചെന്നവൻ നമുക്ക് നല്ല സർട്ടിഫൈ തരണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അയൽക്കാരോട് നമ്മൾ അങ്ങനെ പെരുമാറണം. ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ട് നന്മയോടെ വർത്തിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അയൽവാസി നമ്മളോട് എപ്പോഴും ഇങ്ങോട്ട് മോശമായ പെരുമാറുന്നത്, നമ്മൾ അയാളോട് നന്നായിട്ടും പെരുമാറി, എന്നാൽ അയാളുടെ അവസാന സമയം വരുമ്പോ, അയാളുടെ മരണസമയം വരുമ്പോ ദുനിയാവിൽ നിന്ന് തന്നെ അയാളെ കൊണ്ട് അള്ളാഹു നമ്മുടെ മേൽ നന്മയുടെ സാക്ഷിത്വം വഹിച്ചുകൊണ്ടേ അയാളെ മരിപ്പിക്കുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഒരു അയൽവാസി നമ്മളോട് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നു, നമ്മൾ അയാളോട് അങ്ങോട്ട് നന്നായും പെരുമാറുന്നു. എന്നാൽ എത്ര മോശമായി പെരുമാറിയ ആളാണെങ്കിലും അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാളെ കൊണ്ട് നമ്മുടെ നന്മ അള്ളാഹു പറയിപ്പിക്കും, എന്നിട്ടേ അയാളെ മരിപ്പിക്കുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണം നമുക്ക്. അതിനെന്ത് വേണം? അങ്ങോട്ട് നല്ലോണം, നല്ല രീതിയിൽ നല്ലോണം പെരുമാറണം എന്ന് പറഞ്ഞാൽ അയാളെ കിട്ടുന്ന അവസരത്തിലൊക്കെ ഉപയോഗപ്പെടുത്തി പെരുമാറുക എന്നുള്ള അർത്ഥത്തിനല്ല. നല്ല രീതിയിൽ വർത്തിക്കണം, നല്ല സ്വഭാവത്തോടെ അയാളുടെ എല്ലാ മികവുകളും അംഗീകരിച്ചുകൊണ്ട് നന്മകൾ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് പെരുമാറണം എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം എന്താണ്? വൽ മർകബുൽ ഹനീ, നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സന്തോഷകരമായ